നമ്മളുടെ ഈ സൂംബ വിഷയം തന്നെയാണ് അടുത്ത നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് എന്താണ്, ഈ വിസ്ഡം എന്ന് പറയുന്നത്, ബിസ്ഡം എന്ന് വിളിക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, അപ്പോൾ കാക്കാമാരുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു തീവ്രവാദ കൂട്ടം. വലിയ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല, പക്ഷേ അവർ കുത്തിത്തിരിപ്പിൻ്റെ കാര്യത്തിൽ വളരെയധികം മിടുക്കന്മാരാണ് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഇതുപോലുള്ള പല കാര്യങ്ങൾ ഇവർ പറഞ്ഞു വെക്കാറൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളതൊന്നും അധികം ഓർക്കാറില്ല. ഇതെന്തോ മൈൽഡായിട്ടുള്ള സാധനമായിട്ടാണ് നമ്മൾ തള്ളി അങ്ങ് വിട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, ഇവർ കുറേശ്ശെ ഇവരുടെ തനി രൂപം പുറത്തേക്ക് എടുക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആളുകളിലേക്ക് ഈ ഇസ്ലാമിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ അത് പൊതുസമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് വരികയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത്തരം സംഗതികൾ വരുമ്പോൾ ഇത് എവിടേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ടൊരു സൂചന ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് എടുത്തെടുത്ത് പറയുകയും ഇതിലെ പ്രോബ്ലംസ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയൊക്കെ നമ്മൾ ചെയ്യുന്നു. പക്ഷെ അപ്പോഴും ആളുകൾക്ക് ഇതിൻ്റെ ഗൗരവം പിടികിട്ടുന്നില്ല. ഇത് കൾച്ചറൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തുണ്ട് എന്നൊക്കെ പറയുന്നത് ആരാണ്? ഈ അറേബ്യൻ കൾച്ചർ നമ്മുടെ നാട്ടിൽ കുത്തി ഇറക്കാൻ നോക്കുന്ന ആളുകളാണ് പറയുന്നതെന്നാണ് ആലോചിക്കുക. അല്പവസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഗെയിമാണ് നടന്നുകൊണ്ടിരുന്നത്. അതായത് ബിസ്ഡം വേഴ്സസ് ബിജാരം എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയൊരു ടീമും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലാദ്യം നമ്മൾ കണ്ടത് എന്താണ്, നമ്മളെ ടീം 1 ബിസ്ഡം ടീമാണ് ആദ്യം ഗോൾ അടിച്ചത്. സൂംബ കൊണ്ടുവന്നപ്പോൾ അവർ ഗോൾ അടിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വലിയ ആഘോഷമൊക്കെ ആയിരുന്നു. അത് നമ്മൾ കണ്ടു കാണും. അതിൻ്റെ വലിയ ഒരു 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 എവിടെ പോയി കയ്യടി. അപ്പോൾ ആദ്യം ബിസ്ഡം ഗ്രൂപ്പ് അവിടെ കൈ അടി നേടി, അതിൽ ഗോള് നേടിക്കൊണ്ട്, പിന്നെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത തവണ നമ്മൾ കണ്ടത് എന്താണ്, നമ്മളുടെ മറ്റൊരു ടീം ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ആ ടീമാണ് നാടിൻ്റെ സാംസ്കാരിക സ്വാതന്ത്ര്യത്തിനും പാരമ്പര്യത്തിനും നേരെയുള്ള കടന്നുകയറ്റം എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത ടീമും വന്നു. അങ്ങനെ അവരും ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അവർക്കും ഇരിക്കട്ടെ ഒരു കൈയടി. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ട് കൂട്ടർ, പക്ഷേ ഈ ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഇവിടെ നമ്മൾ അറിയിക്കാനുള്ളത്. അതായത് നാടിൻ്റെ സാംസ്കാരിക സ്വത്വത്തിനും പാരമ്പര്യത്തിനുമുള്ള നേരെയുള്ള കടന്നുകയറ്റം സൂംബയ്ക്കെതിരെ ഭാരതീയ വിചാര കേന്ദ്രം വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വിശ്വനാഥൻ ഡോക്ടർ പുറത്ത് ചാടി എഴുന്നേറ്റിട്ടുണ്ട്. ഉടനെ തന്നെ പോസ്റ്റ് വരുന്നതാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. വഴിയെ വരുന്നതായിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമ്മളുടെ കാക്കാമാരുടെ വിസ്തത്തോട് പുള്ളിക്ക് ഭയങ്കര മമതയായതുകൊണ്ട് പോസ്റ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി പോസ്റ്റൊക്കെ വരും, കാരണം ഇനി ധൈര്യമായിട്ട് ഇടാലോ. കാരണം നമ്മളുടെ ഹിന്ദുക്കൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞു എന്നതുകൊണ്ട് ഇനി ഹിന്ദു ഫോബിയ ഒന്നും ആരും പറയില്ല. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് പോസ്റ്റ് ഇടാം. അപ്പോൾ വെൽക്കം മിസ്റ്റർ വിശ്വനാഥൻ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് ഇനി പോസ്റ്റ് ഇട്ട് തകർക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ആ ഒരു ആത്മരോഷം പുറത്ത് എടുക്കണം. അതിനുള്ള എല്ലാ വേദിയും ഇവിടെ നമ്മളുടെ സംഘികൾ നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. ഇനി ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ഈ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ കാണുന്നത്, അപ്പോൾ ഈ സംഗതി വന്നപ്പോൾ നമ്മളിവിടെ കണ്ടത് എന്താണ്, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബിസ്ഡം ഗ്രൂപ്പിൻ്റെ പിന്നാലെ എങ്ങനെയാണോ കാക്കാമാർ കൂടിയത്, അതേപോലെ ഇതിൻ്റെ പിന്നാലെ കൂടാൻ ഇവിടെ ഹിന്ദുക്കൾ വരുന്നില്ല എന്നതാണ് ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, ഈ സംഗതിയെ കണക്ട് ചെയ്തുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരാളും ഹിന്ദു വിഭാഗത്തിൽ നിന്ന് വരുന്നില്ല എന്ന് മാത്രമല്ല, ഇതിനെ വിമർശിക്കുന്ന കൂട്ടത്തിൽ മുന്നിൽ തന്നെ നിൽക്കുന്നതാരാണ്? അതും ഹിന്ദുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അവർക്കൊരു പ്ലസ് മാർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. അതാണ് നമ്മൾ പറയുന്നത്. ഈ തരത്തിൽ ഒരു മതരാഷ്ട്രമാകാനുള്ള സാധ്യത, അതിപ്പോൾ ഹിന്ദു രാഷ്ട്രമായിക്കോട്ടെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഇസ്ലാമിക രാഷ്ട്രമായിക്കോട്ടെ, രണ്ടും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ നമ്മൾ തടുക്കേണ്ടതായിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതലുള്ളത് എന്നതുകൊണ്ട് അതിനെ തടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിവിടെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നതിൻ്റെ ഒരു കൃത്യമായ ഒരു ലക്ഷണം കൂടിയാണ് ഈ സൂംബ വിവാദം നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. കാരണം ഇതിനെ എതിർക്കുന്ന കാര്യത്തിൽ ഇന്ന് പൊതുസമൂഹം മുന്നോട്ട് വരുന്നു, മാധ്യമങ്ങൾ മുന്നോട്ട് വരേണ്ടി വന്നു. അതുകൂടാതെ രാഷ്ട്രീയം, ഇവിടുത്തെ ഇടതുപക്ഷം കാലങ്ങളായിട്ട് അവർ സമസ്ത വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിന് വഴങ്ങുന്നൊരു രീതിയാണ് കണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ, ഇത്തവണ കുറച്ചൊക്കെ അവർ പിടിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം അത് പറയേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അതിൽ മുന്നോട്ട് വരാൻ, ആ ഒരു സാഹചര്യത്തിനൊത്ത് ഉയരാൻ നമ്മുടെ സമൂഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു
ഒരു ഗുഡ് സൈനായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് സമാധാനമായിട്ട് ഈ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാം. കാരണം ഇതൊക്കെ എവിടേക്കോ ഇതിൻ്റെ എഫക്റ്റ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ മാധ്യമങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അവർ ബാലൻസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ചെറിയ ശ്രമമൊക്കെ നടത്തിയിരുന്നു. വലിയ ഒരു അവിടെ ഇവിടെ തൊടാതെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ കണ്ടാൽ തന്നെ പച്ചയ്ക്ക് ഈ സാധനത്തിനെ വിളിക്കുന്നു, താലിബാനിസം എന്ന് പച്ചയ്ക്ക് പറയുന്നു, ഇടതുപക്ഷം പോലെ താലിബാനിസം എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വരുന്നു. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു വലിയ ഹോപ്പ് തരുന്ന ഒരു ഘട്ടമായിട്ട് ഇത് മാറുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് എന്നത് നമ്മളിവിടെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും നമുക്കിനി കൂടുതൽ ഇതിനകത്ത് ഒന്നും പറയാനില്ല. ഇനി നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാനിത് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം, അതിനുള്ള സമയമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട്. ഓക്കെ, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.